ശബരിമല ദ്വാരപാലക ശില്പപാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി ഹൈക്കോടതി അറിയിച്ചു. അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നു. ഉമേഷ്, പക്ഷേ ഇന്ന് ഹൈക്കോടതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ, ശബരിമലയിൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മിനിറ്റ്സ് സൂക്ഷിക്കുന്നതിൽ കൃത്യമായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വന്നിരിക്കുന്നു എന്ന തരത്തിലാണല്ലോ കാര്യങ്ങൾ. പല കാര്യങ്ങളും മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ നന്ദൻ എന്നയാളെ പോറ്റി നിയോഗിച്ചു. ഇതിലെല്ലാം വീഴ്ച വന്നിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? എന്താണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആകുന്നത്? സിജു, ഈ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായാണ് ഇടക്കാല റിപ്പോർട്ട് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഹൈക്കോടതി അറിയിച്ചത്. ആ നടപടികൾ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായത്. അതിനുശേഷം ഇപ്പോൾ തുറന്ന കോടതി ഇടക്കാല ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇപ്പോൾ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. കോടതി ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് ഈ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഇതിനു മുൻപ് പരിഗണിച്ചപ്പോഴും കോടതി അത് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇന്നും കോടതി ആവർത്തിച്ചു. ഇതിനോടൊപ്പം കോടതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം, ഈ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ തവണ കോടതി ഈ കേസ് പരിഗണിച്ച വേളയിൽ പറഞ്ഞിരുന്നു. ആ മിനിറ്റ്സ് പിടിച്ചെടുത്ത് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് കോടതി പരിശോധിച്ചു. ആ പ്രാഥമിക പരിശോധനയിൽ തന്നെ അതിൽ ക്രമക്കേടുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത്. കാരണം ഈ സംഭവം നടക്കുന്ന ഈ സ്വർണ്ണപ്പാളി, ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോകുന്ന ആ സമയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ അവിടെ വന്നു പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ വേണ്ടി നന്ദൻ എന്ന് പറയുന്നയാളെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചത്. അത് പാളി ഇളക്കി മാറ്റിയാണ് ഈ നന്ദൻ അന്ന് അളവെടുക്കുകയുണ്ടായത്. അത് തുറന്നിരുന്ന സമയത്താണ് അത്തരം നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ദുരൂഹമായ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്. ശരി ഉമേഷ്, ഏതായാലും കോടതിയിൽ നിന്ന് കൂടുതൽ പുതിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും പുതുതായി ഇപ്പോൾ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്ന വിവരം, ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതിയുടേതായ നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ക്രമരഹിതമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ നന്ദൻ എന്നയാളെ പോറ്റി നിയോഗിച്ചു. സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയാണ് നന്ദൻ അളവെടുത്തത്. നട തുറന്നിരുന്ന സമയത്താണ് അളവെടുത്തത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്ത്. ഏതായാലും ഇപ്പോൾ പുതിയ ഒരു പേര് കൂടി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതി തന്നെ തുറന്ന കോടതിയിൽ പറയുന്ന സാഹചര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ച അടച്ചിട്ട മുറിയിലാണ് ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പണവും അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും നടക്കുകയും ചെയ്തു. ഏതായാലും നിലവിലിപ്പോൾ വന്നിരിക്കുന്നതനുസരിച്ച് പുതിയൊരു പേര് കൂടി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകൾ വെളിപ്പെടുകയാണ്. ഒരു നന്ദൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ നന്ദൻ എന്നയാളാണ് സ്വർണ്ണപ്പാളിയുടെ അളവെടുത്തത്. സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയാണ് നന്ദൻ അളവെടുത്തത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ക്രമരഹിതമാണെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് അസ്വാഭാവികതകൾ ഉണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള ഈ പല ആളുകളെയും, ദുരൂഹതയുണർത്തുന്ന പല ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയതിൽ തന്നെ ദുരൂഹതകൾ ഉയരുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തേണ്ടതെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഗുരുതരമായ ആ വീഴ്ചകളിലേക്ക് ഗുരുതരമായ ഗൂഢാലോചന, ആസൂത്രണം നടന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നിരീക്ഷണം വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മിനിറ്റ്സിൽ ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. എന്തിന് മിനിറ്റ്സിൽ വിവരങ്ങൾ ക്രമരഹിതമായി രേഖപ്പെടുത്തി? ചോദ്യം നമ്പർ 1 അത് തന്നെയാണ്. എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി മാറിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തിയത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ സ്വർണം കൊടുത്തുവിടണമെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നില്ല. പക്ഷേ ജയശ്രീയും അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയും അതോടൊപ്പം തന്നെ മുരാരി ബാബു അടക്കമുള്ളവർ ചേർന്നാണ് സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയും ചെയ്തു. ഏതായാലും വളരെ ഗൗരവതരമായ ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോറ്റി സംശയകരമായ പ്രവൃത്തികൾ നടത്തി. വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചതെന്തിന്? ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിൻ്റെയും
പകർപ്പ് സൃഷ്ടിക്കാൻ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകി. ഇത് നിയമവിരുദ്ധമായ അനുമതിയാണ്. ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമല്ലെന്ന് ഹൈക്കോടതി. വളരെ ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ SIT നൽകിയ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മിനിറ്റ്സിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ക്രമരഹിതമായിട്ടാണ് വിവരങ്ങൾ രേഖപ്പെടുത്തിയത്. വിശ്വാസ്യതയില്ലാത്ത പോറ്റിയ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിന്? വളരെ കൃത്യമാണ്. അന്വേഷണം വിരൽ ചൂണ്ടുന്നത്, അന്വേഷണം ചെന്ന് നിൽക്കുന്നത് 2 മുതൽ 10 വരെയുള്ള പ്രതികളിലേക്ക്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, 2 മുതൽ 10 വരെയുള്ള പ്രതികൾ. അതിൽ അന്നത്തെ ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീ ഉണ്ട്, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബു ഉണ്ട്, അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണർ രാധാകൃഷ്ണനുണ്ട്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുധീഷ് ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചന തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മനു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. മനു, ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചു. ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾ, നിരീക്ഷണങ്ങളാണ് ഇതിൽ പ്രസക്തം. അതിലേറ്റവും പ്രധാനമാണ് മിനിറ്റ്സിൽ ക്രമരഹിതമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയത് എന്തിനാണ്? വിശ്വാസ്യതയോഗ്യതയില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസ്യതയോടെ ചുമതല ഏൽപ്പിച്ചത് എന്തിനാണ്? എവിടെയാണ് പുതിയ നന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം രംഗത്ത് വരികയും ചെയ്യുന്നത്? വളരെ കൃത്യമാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചന, വലിയ കവർച്ച. തീർച്ചയായും ഇത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ വെളിവാകുന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോറ്റി സംശയകരമായ പ്രവർത്തികൾ നടത്തിയെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിന് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും ശബരിമല സന്നിധാനത്തിന്റെ വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ ഈ ഉദ്യോഗസ്ഥർ പോറ്റിക്ക് അനുമതി നൽകി. അത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്, നിയമവിരുദ്ധമായ അനുമതിയാണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ സംഭവിച്ചു. നമുക്കറിയാം, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ യോഗം ചേർന്നാലും അതിൻ്റെയൊക്കെ മിനിറ്റ്സുകൾ രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയോ അതിന് നിയമപരമായ ഒരു സാധ്യത ഉറപ്പാക്കുകയോ ചെയ്തിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നേരെ മനു, ഇതിനകത്തൊരു ഏറ്റവും ഗുരുതരമായ വിഷയം എന്നൊരു സാധാരണഗതിയിൽ ഏതൊരു സ്ഥാപനത്തിന്റെയും ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കൃത്യമായി നടന്നത്, അതിനൊരു ക്രമമുണ്ടാകും. 1-ാം തീയതി നടന്നതെന്ത്, 1-ാം തീയതി 10 മണിക്ക് നടന്നതെന്താണ്, ആരാണ് ചുമതലപ്പെടുത്തിയത്. ഇതിൽ തന്നെ ഗുരുതരമായ കൃത്യവിലോപം, അതായത് ക്രമരഹിതമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ്, ദുരൂഹമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടി. വളരെ കൃത്യമാണ്. ആദ്യം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണ കവർച്ചയ്ക്ക് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റാൻ നന്ദു എന്ന് പറയുന്ന ആളിനെ ചുമതലപ്പെടുത്തി. അത് ചുമതലപ്പെടുത്തിയത് വിശ്വാസ്യതയോഗ്യമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. അത് രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? അതായത് എനിക്ക് തോന്നുന്നു ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ മിനിറ്റ്സിൽ ക്രമരഹിതമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് എന്നുള്ള ചോദ്യം തന്നെയാണ് വളരെ പ്രസക്തമായിരിക്കുന്നത്. അങ്ങനെ മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നതിന്റെ ചുമതല ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്, അന്നത്തെ ദേവസ്വം സെക്രട്ടറിക്ക് തന്നെയാണ്. ദേവസ്വം സെക്രട്ടറി ജയശ്രീക്കുള്ള പങ്ക് കൂടി ഒരുപക്ഷെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും, അതായത് ഈ ക്രമക്കേടുകൾ നടന്ന സമയത്ത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്ന എല്ലാവരുടെയും പങ്ക് അതിൽ ദുരൂഹമാണ് എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്, ഇടക്കാല ഉത്തരവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോന്നോരോന്നായി വായിക്കാം സിജു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോറ്റി സംശയകരമായ പ്രവർത്തികൾ നടത്തി. അതാണ് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിന്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം കോടതി ചോദിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളുടെയും ഈ ശബരിമല സന്നിധാനത്തിന്റെ വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ ഈ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകി. ഇത് നിയമവിരുദ്ധമായ അനുമതിയാണ്. മാത്രമല്ല, ഈ പറയുന്ന ഒരു കാര്യങ്ങളും അന്ന് നടന്ന ഒരു തീരുമാനങ്ങളും ഈ രേഖകളിൽ മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന്റെ ആണെങ്കിലും എന്ത് ബോഡിയുടെ ആണെങ്കിലും യോഗം ചേരുമ്പോൾ അതിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അതൊന്നും കൃത്യമായി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്.